ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി. എല്ലാവർക്കും അറിയാൻ പറ്റുന്ന റെസിപ്പിയാണ് നമ്മുടെ പഴം പുട്ടിൻ്റെ റെസിപ്പി. പഴം പുട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കാണ് പഴം ഇട്ട് കൊടുക്കാറുള്ളത്. ഇതിപ്പോൾ നമ്മൾ പഴം പുട്ടുപൊടിയിൽ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കാണണ്ടേ? നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പഴം പുട്ട് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 3/4 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ തേങ്ങയുടെ അളവ് നിങ്ങൾ ഓരോരുത്തരും എടുക്കുന്ന തേങ്ങയുടെ അളവനുസരിച്ച് വ്യത്യാസം വരും. ഞാൻ കുറച്ചധികം തേങ്ങ ചേർക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം തേങ്ങ എടുത്തത്. പിന്നെ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈ ഏത്തപ്പഴത്തിന് 3/4 ഭാഗം വരെ മതിയാവും. നമുക്ക് മുഴുവൻ ഏത്തപ്പഴം വേണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 3/4 കപ്പ് പുട്ടുപൊടിയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏത്തപ്പഴം ഒരുപാട് വേണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏത്തപ്പഴം കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ആവി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ 3/4 ഭാഗം മതി എന്ന് പറയുന്നത്. 1 കപ്പ് പുട്ടുപൊടിയാണെങ്കിൽ നമുക്ക് ഒരു ഏത്തപ്പഴം മുഴുവനും എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ പുട്ടുപൊടി ഒന്ന് നനച്ച് വയ്ക്കാം. ഞാനിപ്പോൾ വീട്ടിൽ ഉള്ള പുട്ടുപൊടിയല്ല എടുത്തിട്ടുള്ളത്, നമ്മുടെ പുറമേ നിന്ന് വാങ്ങിക്കുന്ന, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുട്ടുപൊടിയാണ്. അപ്പോൾ 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം എന്നുള്ളതാണ് അതിൻ്റെ പാക്കറ്റിൽ എഴുതിയിരിക്കുന്ന കണക്ക്. അപ്പോൾ ഞാൻ 3/4 കപ്പ് പുട്ടുപൊടിക്ക് 3/4 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് നനച്ച് വയ്ക്കട്ടെ. ഇതൊരു 10-20 മിനിറ്റ് നനച്ച് വയ്ക്കണം. അങ്ങനത്തെ പുട്ടുപൊടിയാണ് കേട്ടോ, ആ തരിയുള്ള പുട്ടുപൊടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ പുട്ടുപൊടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നമ്മുടെ പുട്ടിന് ആവശ്യമായ ഉപ്പ്. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. സാധാരണ പോലെ നമ്മൾ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നോർമൽ വാട്ടർ, നമ്മുടെ ചൂടുവെള്ളമൊന്നുമല്ല, നോർമൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്, കുറച്ച് വെള്ളം അധികം ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ പുട്ടുപൊടി ഒന്ന് സോക്കായി വരാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കുക. ഒരു 20 മിനിറ്റ് ഇത് ഇതുപോലെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അതിനുശേഷം നമ്മുടെ പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. അത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഴം നമ്മളിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുട്ടുപൊടി റെഡിയാക്കി എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ടുപൊടി ഒന്ന് ഇളക്കി നമ്മുടെ തേങ്ങയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ തേങ്ങ ചേർക്കാതെയാണ് പുട്ടുപൊടി റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. അപ്പോഴാണ് നമ്മുടെ പുട്ടിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പുട്ട് എല്ലായ്പ്പോഴും നമ്മൾ തേങ്ങ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് പുട്ട് കഴിക്കാൻ തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും തേങ്ങ ചേർത്ത് ചെയ്യുമ്പോൾ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കും തേങ്ങ ഇട്ട് കൊടുക്കണം, അതുപോലെ ഇതിലും തേങ്ങ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് തേങ്ങയൊന്നും വേണ്ട, കുറച്ച് തേങ്ങ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൽ പഴം എടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് പഴുത്ത് നന്നായിട്ട് തൊലി കറുത്ത പഴം എടുക്കരുത് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട്. ഈ തേങ്ങ ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴവും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പഴുത്ത പഴം എടുക്കരുതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പഴം ഉടഞ്ഞു പോകും അല്ലാതെ. അപ്പോൾ നമുക്ക് കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പഴുത്ത പഴം വേണ്ടാന്ന് പറഞ്ഞത്. ഞാനെടുത്ത പഴം നിങ്ങൾ കണ്ടല്ലോ, ആ ഒരു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തൊലി കറുത്ത് തുടങ്ങിയ പഴം, ആ ഒരു പഴമാണ് നമുക്ക് ഈ ഒരു പുട്ടുണ്ടാക്കാനായിട്ട് നല്ലത്. അപ്പോൾ നമ്മുടെ കട്ട് ചെയ്ത് വെച്ച പഴം ഞാനിപ്പോൾ ഇതാ നമ്മുടെ പുട്ടുപൊടിയിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൈകൊണ്ട് കുഴയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പുട്ടിന് ആവി വരാൻ കുറച്ച് സമയം എടുക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴം ഒന്ന് കുക്കായി വരുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ. പഴത്തിന് കുക്കായി വരാനുള്ള സമയം നിങ്ങൾക്കറിയാം. പിന്നെ നമ്മളിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് വേഗം കുക്കായി വരും. എങ്കിലും സാധാരണ പുട്ട് വേവുന്നതിനേക്കാൾ ഒരു 2-2.5 മിനിറ്റ് കൂടുതൽ സമയം എടുക്കും പുട്ട് കുക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ആ ഒരു ടൈമും കൂടി കണക്കാക്കി നമ്മൾ പുട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് നമ്മുടെ പുട്ടുപൊടി ഫില്ല് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന പോലെ തന്നെ തേങ്ങ ചിരവിയതിട്ട് കൊടുക്കുക. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ് തേങ്ങ ചിരവിയതിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. പഴവും കൂടി ചേർത്തിട്ട് കൊടുക്കുക. എത്ര ലെയർ വേണം എന്നുള്ളത് നമ്മുടെ ചോയ്സ് അനുസരിച്ച്. ഞാനിപ്പോൾ ഒരു 3 ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മുടെ പുട്ടിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കുക്കായി വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അവിടെ ഇവിടെ ആയിട്ട് പഴം കിടക്കുന്നതും അതുപോലെ തന്നെ ആ തേങ്ങയുടെ ഒരു ഇതും എല്ലാം കൂടി വരുമ്പോൾ കഴിക്കാനും ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാനും ഭംഗിയാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും
നല്ല ഇഷ്ടമാവും. ഇടയ്ക്കിടയ്ക്ക് ചെറിയ പീസ് പഴമല്ലേ ഉള്ളൂ. നമ്മൾ വലിയ പഴം കൊടുക്കുമ്പോഴാണല്ലോ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ഒരു മടി വരുന്നത്. ചെറിയ പീസ് പഴമൊക്കെ ആകുമ്പോൾ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചോളും. അതുപോലെ തന്നെ ഈ ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ മുകളിലും കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സാധാരണ പോലെ പുട്ട് ആവി കയറ്റുന്നത് പോലെ ആവി കയറ്റിയെടുക്കാം. പിന്നെ ആവി വരുമ്പോൾ ഒരു 2.5 മിനിറ്റ് കൂടുതൽ സമയം ആവി കയറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞിട്ട് ഫ്ലെയിം കുറച്ചിട്ട് 2.5 മിനിറ്റും കൂടി കൂടുതലായിട്ട് വയ്ക്കാം. നമ്മളിപ്പോൾ സാധാരണ 2 മിനിറ്റാണ് പുട്ട് ആവി കയറ്റിയെടുക്കുന്നതെങ്കിൽ ഒരു 4.5 മിനിറ്റ് ആവി കയറ്റിയെടുക്കുക. അത്രയും സമയം ആവി കയറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പുട്ട് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ പുട്ട് ഇതാ റെഡിയായി കഴിഞ്ഞു. ഞാനൊന്ന് പുട്ട് കുത്തിയെടുക്കട്ടെ. പുട്ടും കുക്കായിട്ടുണ്ട്, പഴവും കുക്കായിട്ടുണ്ട്, എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇത് കണ്ടോ, അവിടെയായിട്ട് പഴവും കാണാം നമുക്ക് പുട്ടിൻ്റെ ഇടയിൽ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. പഴവും പുട്ടുപൊടിയൊക്കെ വീട്ടിൽ എപ്പോഴും ഉള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ എന്തായാലും പുട്ടുണ്ടാക്കുമ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കാണെങ്കിലും പ്രത്യേകിച്ചും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.